ഇന്ത്യ തോറ്റു. ഇങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടോളയാ? ഇങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടാ ഇങ്ങോട്ട്? എന്തിനെത്ര അത്യാവശ്യപ്പെട്ട് വായിക്കുക അതിനകത്ത്? മറ്റേ കേസൊന്നും ഇതിൽ വന്നില്ല അജയന്റെ. അതിന് വേണ്ടി വലിയ കാര്യമൊന്നുമില്ലല്ലോ. അത് വലിയ കാര്യമില്ലേ? പിന്നല്ലാതെ കക്കയും മോട്ടിക്ക് ചെയ്യണത് വലിയ കാര്യമില്ലെന്ന് നീ പറഞ്ഞ KCB മൊത്തത്തില് അതാ ട്രാൻസ്ഫോമറാ വിഴിക്കുന്നത്. എന്താണ് സംഭവം? ചുമ്മാ ആവശ്യമില്ലാത്തതൊന്നും അല്ല. പിന്നെ അല്ലെങ്കിൽ പിന്നെ അവനെന്തിനാണ് സസ്പെൻഡ് ചെയ്തത്? അത് അങ്ങനെ ഭ്രാന്ത്. അവന്റെ നമ്മുടെ ഓഫീസറൊക്കെ അവനായിട്ട് ചെറിയൊരു ചുരുക്കുണ്ട്. അതിന് അയാൾ മാക്സിമം ഇട്ട് പണിയുന്ന. ചുമ്മാ അതൊന്നും അല്ല. ഇത് എന്തോ നിനക്ക് വല്ല പങ്കുണ്ടാ? ചുമ്മാ ആവശ്യമില്ലാത്ത പറയല്ലേ. അല്ല ഞാൻ പലപ്പോഴും നോക്കരുത്. നിങ്ങൾ ഈ രാഷ്ട്രീയക്കാർക്ക് നമ്മുടെ അടുത്താണ് ദേഷ്യം? സർക്കാർ ഉദ്യോഗസ്ഥരോട്. രാഷ്ട്രീയക്കാർക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോട് എന്താണ് ഇത്ര ദേഷ്യം, ഇത്ര അസൂയ? അതിന്റെ ഒരു സത്യാവസ്ഥ പറഞ്ഞു. ഞങ്ങൾ ജോലി ചെയ്തു, നിങ്ങൾ ജോലി ചെയ്യുന്നില്ല. അതല്ല ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാര് KCB ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ ഇട്ട് ചുട്ടിക്കളിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്ത്? അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അല്ല ഞാൻ ചോദിക്കായിരുന്നു, ഞങ്ങളുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ഒരു രാഷ്ട്രീയക്കാർക്ക് എന്താണ് അത്ര ദേഷ്യം? അതെന്താ? വേറെ ഒന്നുമില്ല, യുവമാരോരോ ശുപാർശയായിട്ട് വരുമ്പോഴേ നമ്മൾ ചെയ്തു കൊടുക്കൂല. അപ്പൊ അതിന്റെ ചുരുക്കാണല്ലോ. നിങ്ങൾ ചെയ്യാതെ ഇരുന്ന് നോക്കാം, അപ്പൊ അറിയാം വിവരം. നിങ്ങൾക്ക് പോവാം അട്ടപ്പാടിയിലും. അപ്പൊ എന്താണ് നിങ്ങൾ വരുന്ന സാധനങ്ങൾ ചെയ്തു തരണം? ഞങ്ങൾ ആർക്ക് വേണ്ടി? പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, പൊതുജനങ്ങളുടെ പൈസയാണ് നിങ്ങളുടെയൊക്കെ കയ്യിൽ ശമ്പളമായിട്ട് വരുന്നത്. നിങ്ങൾ അതുകൊണ്ട് ജീവിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർ വരുമ്പോൾ അവരുടെ ആവശ്യം സാധിച്ചു കൊടുക്കണം. പക്ഷെ നിങ്ങളെ പോലുള്ള മേലാളന്മാർ വന്നിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ആയിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് സാധാരണക്കാരൻ വന്ന് പറയുമ്പോ കേൾക്കാതെ വരുമ്പോ ഞങ്ങളെ പോലുള്ള പ്രമുഖർ വന്ന് പറയേണ്ടി വരുന്നു. ആ സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കും. ഓൺലൈനിലൂടെ അയച്ചു അടയ്ക്കാമല്ലോ ഇതൊക്കെ. എന്തിനാ അവിടെ ക്യൂ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം. പുലിക്ക് പണിക്ക് പോണ തങ്കപ്പനൊക്കെ ഓൺലൈനിൽ വന്നിട്ട് ഇത് അടയ്ക്കാൻ നിൽക്കും. അജയനല്ല, ഞാൻ കൂടി അവിടെ നിന്ന് കട്ടുമോട്ടിച്ചിട്ടാണ് അവനാണ് അജയനെ സസ്പെൻഡ് ചെയ്തത്. അല്ല അത് പറഞ്ഞപ്പോ ഇവൻ അങ്ങോട്ടും ഇഷ്ടപ്പെടില്ല. അജയൻ നിന്റെ അളികളൊന്നും അല്ലല്ലോ. അളിയനാണ് ഞാൻ മിണ്ടായിരുന്നത്. എടാ എന്തിനാടാ വെറുതെ അവനോട് ചൊറിയാൻ നിൽക്കണേ? അവന്റെ ഒരു സഹപ്രവർത്തകൻ എന്തോ പറ്റി അവന്റെ യൂണിയൻകാർ പറഞ്ഞു, അവരതിനെ എതിരിടുന്നു. നീ നിന്റെ പാർട്ടിക്കാരെ ഇടപെടുമ്പോ ഇവൻ ഇടപെടാറില്ലല്ലോ. ഞാനേ ഒരു പൊതുപ്രവർത്തകനാണ്. ഞങ്ങൾ ഇതൊക്കെ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. പോര് രാവിലെ അളിയൻ പോര് തുടങ്ങി. നിന്റെ ആങ്ങളെ എന്നോട് പോര്. ഞാൻ ഇതുവരെ ചൊറിഞ്ഞിട്ടില്ല. ഞാൻ ഇതുവരെ ചിരിച്ചോണ്ടിരിക്കുക. തങ്കം അവനായിട്ട് കൊണ്ടേക്കാ. രാഷ്ട്രീയമാണ്. രാഷ്ട്രീയം എവിടെ പറഞ്ഞാലും തല്ലിലെ കലാശിക്കും. ഇത് രാഷ്ട്രീയമല്ല, ഇത് കൊള്ളരുതായ്മയും കൊള്ളയ്ക്കുമെതിരെ ഞാനൊന്ന് സംസാരിച്ചു. കൊള്ളരുതായ്മയും കൊള്ളയ്ക്കുമെതിരെ ഒന്നുമല്ല, ഇത് ചൊറിച്ചില്ല. പോയിക്കോ, അത് നല്ല വിഷയമല്ല. നല്ല വിഷയം സംസാരിക്കും. പത്രത്തിൽ വരുമ്പോ വായിച്ചാ പോരെ. വെറുതെ ആവശ്യമില്ല മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കല്ലേ? ഇത്ര നേരം അടങ്ങിയിരുന്നു. അല്ലടാ, അവൻ പറഞ്ഞതുപോലെ മറ്റോ കട്ടയിൽ അണക്ക് വല്ല പങ്കുണ്ടോ? അല്ല, അതിനെ കൊണ്ട് അതിന് കൊള്ളില്ല എനിക്കറിയാം. അത് വെറുതെ ചോദിച്ചതാ. അതിന്റെ ഫോണടാ. അയ്യോ, സെക്രട്ടറി ആണല്ലോ. ഹലോ സാർ. ഞാനോ? ഹലോ സാർ, അത് അല്ല സാർ, ഇപ്പോൾ വേറെ എന്തൊരു ഞാൻ തന്നെയോ? ഒരു മിനിറ്റ്, ഞാൻ കനകന് കൊടുക്കാം. സെക്രട്ടറി. ഹലോ. അല്ല അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ നന്നായി. വലിയ ഉപകാരം. അത് വലിയ ഉപകാരം. അല്ല, നമ്മളിങ്ങനെ ആലോചിക്കരുത് യൂണിയൻ എന്താണ് തീരുമാനിക്കുന്നുള്ളത്. അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തതല്ലേ. കാരണം നമുക്ക് യൂണിയൻ ഉണ്ട് നമ്മളോടൊപ്പം ഒന്നൊരു. അതെ. ഞാൻ അവനോട് സംസാരിച്ച് നോക്കാം. ശരി. എടാ, എന്തെന്നറിയാമോ? അല്ല, ഇങ്ങനെ നമ്മളെപ്പോലുള്ളവർക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ ഇതുപോലൊരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ആരെങ്കിലും ഒരാൾ ഇതിന് വില്ലിങ് ആവണം എന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്റെ പൊന്നു കനക, ഞാനോട് കാര്യം പറയട്ടെ. ഇതിനോട് എത്ര ആയിരത്തിന്റെ മുകളിൽ കയറാൻ വേണമെങ്കിൽ പറഞ്ഞോ, പക്ഷെ പട്ടിണി നടക്കാൻ നമ്മളോട് പറയട്ടോ. അത് പറ്റൂല. കാരണം ഒരു ഇപ്പൊ പുള്ളി പറഞ്ഞതാണ്, നിരാഹാരം കിടന്ന് ഒരാൾ ഒരു നിരാഹാരം കിടന്ന് വിജയം വരെയും നമ്മൾ അതിനു വേണ്ടി പറയാ പോവുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അജയന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. എന്തറിഞ്ഞിട്ടായി പറയണേ? ഇത് ഞാൻ നമ്മളെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയും പെണ്ണുങ്ങളും കൂടി അപ്പ അടി തുടങ്ങുമല്ലോ അവിടുന്ന്. ഞാൻ പട്ടിണി നടക്കുക പറഞ്ഞാല്.
ആ ഞാൻ വിചാരിച്ചു അവർ വന്നിരിക്കണം. നമ്മൾ നിരാഹാരം കിടക്കണ പരിപാടി നമുക്ക് നടക്കില്ല. ഇജ്ജ് ഒരു കാര്യം ചെയ്യും, ഇതിപ്പോ ആരെയും കിടന്നല്ലേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇജ്ജ് അങ്ങോട്ട് ഏറ്റെടുത്തോ. എൻ്റെ വീട്ടുകാരോട് ഞാൻ പറയും ചെയ്യാം, എനിക്ക് പറ്റുമല്ലോ, ഓൾക്ക് മനസ്സിലാവും. ഞാനാ ആ സെക്രട്ടറി ഇപ്പൊ നിന്റെ അടുത്തല്ലടാ പറഞ്ഞത്. ഞാനിപ്പോ അതിന്റെ ഇടയിൽ ഇനി എടാ ഇപ്പൊ എൻ്റെ ഇന്നത്തെ കാര്യം എനിക്ക് നിനക്കറിയാലോ. എനിക്ക് വിറയിൽ വരും, ഒരു 11 മണി 12 മണിയാകുമ്പോൾ തന്നെ വിറയിൽ വരും. പൊക്കത്ത് പോയ വിറയിൽ, എടാ ഇത് ആഹാരം കഴിച്ചില്ലേ വിറയിൽ. എനിക്ക് ചെറിയ പ്രഷറിന്റെ ഇതുണ്ടെന്നാണ് തോന്നുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്നോടാണ് ഈ നമ്മളെ ഇതിൽ ഏറ്റവും സ്നേഹമുള്ളത്. അപ്പൊ ഇജ്ജി പട്ടിണി നടക്കുക എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് കോംപ്രമൈസ് ആവും. അത് മനസ്സിലായോ? ആ വീട്ടിൽ ചെന്ന് പറയാൻ വേണ്ടി അവർ വല്ലതും പറയാൻ പറഞ്ഞാൽ അതിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ നേരെ വശം തിരുത്തിട്ടില്ല. വെച്ചെന്നാ എനിക്കപ്പോൾ വിറയിൽ വരുന്നത്. ഇത് അധികമൊന്നും വിശന്നിരിക്കേണ്ടറിയാ, ഒരു 10 മണി ആകുമ്പോഴത്തേക്ക് ഇത് കോംപ്രമൈസ് ആവും. എനിക്ക് അറിയാൻ വയ്യ. ഞാൻ ആലോചിക്കട്ടെ, അല്ല എനിക്ക് അങ്ങനെ തീരുമാനിക്കാൻ പറ്റും. ആലോചിച്ചാ പോരാ, ജന്നെ ഏറ്റെടുക്കണം. കാരണം ഞമ്മ കൊണ്ട് പറ്റാഞ്ഞിട്ടാ. നിനക്ക് പറ്റൂലടാ. എങ്ങനെ എടാ പട്ടിയാണെന്ന് ശീലമില്ലടാ, അതുകൊണ്ടല്ലേ. Alien versus Alien.